കൊല്ലം ആയൂരിൽ മന്ത്രവാദത്തിന് തയ്യാറാകാത്തതിന്റെ വൈരാഗ്യത്തിൽ ഭാര്യയുടെ മുഖം പൊള്ളലേൽപ്പിച്ച് ഭർത്താവ്. അടുപ്പിൽ തിളച്ചുകൊണ്ടിരുന്ന മീൻകറി തട്ടിത്തെറിപ്പിച്ച് ഭാര്യയുടെ മുഖം പൂർണ്ണമായും പൊള്ളലേറ്റു. സംഭവത്തിൽ ഭർത്താവിനെതിരെ ചടയമംഗലം പോലീസ് കേസെടുത്തു. ആയൂർ വഞ്ചിപ്പെട്ടി ഈട്ടിവിളത്തേക്കേതിൽ 36 വയസ്സുള്ള റജില ഗഫൂറിനാണ് പൊള്ളലേറ്റത്. ഭർത്താവ് സജീറിനെതിരെയാണ് ചടയമംഗലം പോലീസ് കേസെടുത്തത്. കഴിഞ്ഞ ദിവസം രാവിലെ 9 മണിയോടുകൂടിയാണ് സംഭവം നടന്നത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി റജിലയുടെ ദേഹത്ത് സാത്താൻ കൂടിയിരിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് അഞ്ചൽ ഏറത്തുള്ള മന്ത്രവാദിയുടെ അടുത്ത് റജിലയെ സജീർ കൊണ്ടുപോയിരുന്നു. അതിനുശേഷം വീട്ടിൽ തിരികെ വന്ന സജീറും ഭാര്യ റജിലയും തമ്മിൽ വഴക്കുണ്ടാകുന്ന സമയത്ത് മറുപടി പറയുന്നത് നിന്റെ ദേഹത്ത് സാത്താൻ കൂടിയിരിക്കുന്നു കൊണ്ടാണെന്ന് പറഞ്ഞ സജീർ ഇതിന്റെ വൈരാഗ്യത്തിൽ അടുപ്പിൽ തിളച്ചുകൊണ്ടിരുന്ന മീൻകറി സജീർ റജിലയുടെ മുഖത്തേക്ക് തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു. റജിലയുടെ നിലവിളി കേട്ട് നാട്ടുകാരും ബന്ധുക്കളും ഓടിയെത്തി റജിലയെ ആദ്യം ആയൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. റജിലയുടെ മുഖത്തും ദേഹത്തും പൊള്ളലേറ്റിട്ടുണ്ട്. റജിലയുടെ മൊഴി രേഖപ്പെടുത്തിയ ചടയമംഗലം പോലീസ് ഭർത്താവ് സജീറിനെതിരെ കേസെടുത്തു. സംഭവം 9 മണി കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് സംസാരിച്ച കാര്യത്തിന് പ്രതികരിച്ചതിന് ദേഷ്യം വന്നിട്ട് തട്ടി ഇറങ്ങിയതാണ്. മനഃപൂർവ്വം ചെയ്തതാണെന്ന് എന്റെ വിശ്വാസം. അല്ലെങ്കിൽ വലത്തോട്ടാ തട്ടി എറിഞ്ഞത്. അവിടെ ഞാൻ നിന്നത്. ഇടത്തോട്ട് തട്ടി എറിയുമായിരുന്നെങ്കിൽ അവിടെ വാഷ് ബേസും അടുപ്പും ഒക്കെ ആയിരുന്നു. അവിടെ ഒക്കെ വീണിട്ട് വന്ന് തിരിച്ച് പാത്രം അടിക്കത്തേയുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് മാറാനുള്ള സമയം കിട്ടിയില്ല. ഇത് പിന്നെ 2-3 ആഴ്ചക്ക് മുന്നേ ജീവിതപരമായിട്ട് ഉള്ള പ്രശ്നത്തിൽ സംസാരിച്ചപ്പോൾ ഇപ്പൊ ഞാൻ കുറച്ചൊക്കെ പ്രതികരിക്കും. അങ്ങനെ പ്രതികരിച്ചത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഒരു ഉസ്താദിന്റെ അടുത്ത് പോയി ഓരോന്നൊക്കെ അതൊക്കെ കൊണ്ടുവന്നിട്ട് കസേരയിൽ മുടി വെച്ചിട്ടിരിക്കാൻ പറഞ്ഞു. ഇരിക്കാനെങ്ങാണ്ട്. അപ്പൊ ഞാൻ ഇരുന്ന് കൊടുത്തില്ല. അതൊക്കെ വിസമ്മതിച്ച് ഉസ്താദിനെ ഫോൺ വിളിച്ചാൽ പറഞ്ഞു. അയാളടുത്ത് ഞാൻ ദേഷ്യത്തിൽ സംസാരിച്ചു. അങ്ങനെ അയാൾ തന്നെ പറഞ്ഞു കൊച്ചിന് ഇഷ്ടമല്ല, അതൊന്നും ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം എൻ്റെ അടുത്ത് ഭയങ്കര മിണ്ടത്തൊന്നും ഇല്ലായിരുന്നു. കൊച്ചിന്റെ അടുത്ത് മുമ്പും 3 വർഷത്തിന് മുന്നേ ഒരു 8-9 മാസം ഞങ്ങൾ പിണങ്ങി ഞാനും എൻ്റെ ഉമ്മയും കുഞ്ഞും കൂടെ വാടകയ്ക്ക് ഒരു വീടെടുത്ത് തയ്യലൊക്കെ ആയിട്ട് ഞങ്ങൾ കഴിഞ്ഞതായിരുന്നു. അന്നേരം വീണ്ടും ഒത്തുതീർപ്പാക്കി ഈ 3 വർഷം കൊണ്ട് വാടകയ്ക്ക് ഒരു വീടെടുത്ത് താമസിക്കുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. ഞാൻ ആരട്ടും പറയത്തൊന്നുമില്ല. പറഞ്ഞിട്ടും കാര്യമില്ലെന്ന്. എന്താണ് മുഖത്ത് ഒഴിച്ചെന്നറിയുമോ? മുഖത്ത് ഒഴിച്ചത് തിളച്ച് മീൻകറി, തിളച്ചുകൊണ്ടിരുന്ന മീൻകറി ഉണ്ടമുളകൊക്കെ ഇട്ടായിരുന്നു. നല്ല എരിവുണ്ടായിരുന്നു. അത് ഇങ്ങനെ ചൂട് ഭയങ്കരമായിട്ട് ഒഴിച്ചിട്ട് പുള്ളി ഇറങ്ങി പോയതാണോ? എന്താ സംഭവിച്ചത്? ഒഴിച്ചതിന് ശേഷം അയാൾ സ്വയം ന്യായീകരിച്ച് നിൽക്കുക. ഞാൻ പിടച്ച് എന്റെ കാഴ്ച പോകുന്ന എനിക്ക് പേടിച്ച് ഞാൻ ഒരുപാട് വെള്ളം ഞാൻ കണ്ണിലടിച്ചപ്പോ എനിക്ക് അറിയത്തില്ലല്ലോ, എനിക്ക് ഇങ്ങനൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഞാൻ അന്നേരം എന്റെ ഈ കണ്ണിലടിച്ച് ഊക്കിന് തൊലിയെല്ലാം ഇളകിപ്പോയി. എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ കാഴ്ച പോകുമെന്ന് പേടിച്ച് ഞാൻ കണ്ണിലടിച്ച്. അതുകൊണ്ട് പക്ഷെ കാഴ്ചക്ക് ഇതൊരു കുഴപ്പമൊന്നുമില്ല. തിളച്ചുകൊണ്ടിരുന്ന കറി, ഗ്യാസിൽ തിളച്ചുകൊണ്ടിരുന്ന കറി ഭർത്താവ് തട്ടി ഇറങ്ങിയതാണ് മുഖത്ത്. വിവാഹം കഴിഞ്ഞിട്ട് 16 വർഷമായി. പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ മുതലേ പ്രശ്നങ്ങളുണ്ട്. 4 പ്രാവശ്യം പിന്നെ ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. വനിതാ സെല്ലി കൊട്ടാരക്കര കൊടുത്തിട്ടുണ്ട്. വീണ്ടും കോംപ്രമൈസായി വരും. എന്നിട്ട് വീണ്ടും അങ്ങനെ കൊണ്ടുപോകും. പള്ളിക്കാരെല്ലാം ഇടപെട്ട് അങ്ങനെ കൊണ്ടുപോയി. ഇപ്പം 3 വർഷം കൊണ്ട് അത് വാടക വീട്ടിലായിരുന്നു. കുഞ്ഞും മോളും മരുമകനും കൂടെ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ പിന്നെ ഈ പ്രശ്നം ഒരു ഉസ്താദിനെ കൊണ്ടുവന്ന് ഇങ്ങനെ ആ പ്രശ്നം കാരണം സാധനം കൊണ്ടുവന്നിട്ട് തലമുടി അഴിച്ചിട്ടിരിക്കാൻ പറഞ്ഞു. കസേര അങ്ങനെ അവിടെ ഇരിക്കാത്തത് കൊണ്ട് അന്ന് മുതൽ ഇയാൾക്ക് ദേഷ്യമോ അതുപോലെ സഹകരണമൊന്നുമില്ല, മിണ്ടത്തൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഇന്നലെ അതിനെപ്പറ്റി രാവിലെ അവർ സംസാരിച്ചപ്പോൾ എന്തോ പറഞ്ഞു. അന്നേരം അവൾ പറഞ്ഞ് എന്നെ അന്നേരം ഇടയ്ക്ക് അത് കൊണ്ടുവന്ന സാധനം കൊണ്ട് തകടും കൊണ്ടുവന്നപ്പോൾ കൊണ്ടുവന്ന് മുറിക്കകത്ത് വെച്ച്. അന്നേരം ഇത് എവിടെ വെച്ചതെന്ന് അറിയാതെ ഇവിടെ നോക്കിയിട്ട് കിട്ടിയില്ല. പിന്നെ അതിനെപ്പറ്റി ഇന്നലെ സംസാരം ഉണ്ടായപ്പോഴാണ് ഈ തിളച്ചിരുന്ന മീൻകറി എടുത്ത് നേരെ തട്ടി ഇങ്ങനെ ഒഴിക്കുന്നത്.
ഇത് ഇങ്ങനെ നിൽക്കുമായിരുന്നു. മനസ്സിൽ കരുതിയിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. മോഹം എന്തിനാ കരിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ന്യൂസ് ബ്യൂറോ, ഏരൂർ.